നിങ്ങൾ ഒരു മൂൺസ് വാച്ച് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു ബോക്സ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മൂൺസ് വാച്ചിൽ നമുക്ക് മോശമെന്ന് എനിക്ക് പറയാവുന്ന എന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു വാച്ച് കൊടുക്കുന്നതുമായിരിക്കും. ഹായ് ഗായ്സ്, ദിസ് ഈസ് എഫിനാം, യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ്. വെൽക്കം ബാക്ക്. ഒമേഗ എന്ന ബ്രാൻഡിന്റെ ഒരു ഐക്കോണിക് വാച്ചാണ് ഒമേഗ സ്പീഡ് മാസ്റ്റർ എന്നത്. വാച്ച് പ്രേമികളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു വാച്ചാണ് ഒമേഗ എന്ന ബ്രാൻഡിന്റെ സ്പീഡ് മാസ്റ്റർ എന്ന വാച്ച്. പലപ്പോഴും ആ വാച്ചിന്റെ പ്രൈസിങ് കാരണമായിരിക്കാം പല ആളുകളും ആ വാച്ച് മേടിക്കാതിരിക്കുന്നത് പോലും തന്നെ. എന്നാൽ 2022 ഒമേഗ എന്ന ബ്രാൻഡും സ്വാച്ച് ഗ്രൂപ്പിന്റെയും ഒരു പാർട്ണർഷിപ്പില് അവരൊരു വാച്ച് പുറത്തിറക്കി. അതാണ് ഒമേഗ സ്വാച്ച് മൂൺസ് വാച്ച്. ഈ മൂൺസ് വാച്ച് പുറത്തിറക്കിയപ്പോഴും ഈ വാച്ച് മേടിക്കാൻ വേണ്ടി ക്യൂ നിന്നെല്ലാമാണ് ആളുകൾ ഈ വാച്ച് സ്വന്തമാക്കിയത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഒമേഗ എന്ന ബ്രാൻഡിന്റെ സ്പീഡ് മാസ്റ്റർ എന്ന ആ വാച്ചിന്റെ ക്വാളിറ്റിയാണ്. ഒരുപാട് കാരണങ്ങളാൽ ആ വാച്ച് പലർക്കും ഇഷ്ടമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒമേഗ എന്ന ബ്രാൻഡിന്റെ മോസ്റ്റ് ഡിമാൻഡഡ് വാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചന്ദ്രനിൽ ആദ്യമായി കൊണ്ടുപോയ ഒരു വാച്ചാണ് ഒമേഗ സ്പീഡ് മാസ്റ്റർ എന്നത്. ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലെല്ലാം ഈ ഒരു വാച്ച് അതിലെ കഥാപാത്രങ്ങൾ ധരിച്ചിരിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനിയുമുണ്ട് ഒരുപാട് കാരണങ്ങൾ. ഒഫീഷ്യലി ഫ്ലൈറ്റ് സർട്ടിഫൈഡ് വാച്ചാണ് ഒമേഗയുടെ സ്പീഡ് മാസ്റ്റർ എന്നത്. ആ സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് നാസയാണ്. ഇതിനെല്ലാം പുറമെ ഒരുപാട് ഫങ്ഷനാലിറ്റി ഉണ്ട്. ആ ഒരു വാച്ച് മേക്ക് ചെയ്തിരിക്കുന്നത് പോലും സ്റ്റീൽ കൊണ്ടാണ്. വാച്ചിൽ നമുക്കൊരു ടാക്കിമീറ്റർ ബെസലിൽ കാണാം. വാച്ചിന്റെ ഡയലിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്രോണോഗ്രാഫ് കാണാം, സെൻട്രൽ സെക്കൻഡ്സ് കാണാം. വാച്ചിന്റെ ഹാൻഡ്സും അവർ മാർക്കേഴ്സും എല്ലാം രാത്രിയിൽ പ്രകാശിക്കുന്ന തരത്തിൽ ലുമിനസെന്റ് കോട്ടഡ് ആണ്. ഇതിനെല്ലാം പുറമെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ വാച്ചിന് പിന്നിലും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഷ്യൻസ് ആണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഒമേഗ എന്നത് ഒരു സ്വിസ് ലക്ഷറി ബ്രാൻഡാണ്. ഒമേഗയുടെ ഈ കാണുന്ന ലോഗോ 24ാമത്തെ, അതോടൊപ്പം തന്നെ ഗ്രീക്ക് ആൽഫാബറ്റിലെ അവസാനത്തെ ലെറ്റർ ആണ്. ഒമേഗ എന്ന പേരിന്റെ അർത്ഥം തന്നെ ദി എൻഡ് ഓഫ് സംതിങ്, ദി ലാസ്റ്റ്, ഗ്രാൻഡ് എൻഡ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം പോലും. ഇതിനു മുകളിൽ വേറൊന്നില്ല എന്നൊരു ആശയമാണ് അവർ ആ പേരിലൂടെ അർത്ഥമാക്കുന്നത്. ഇത്തരം മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള വാച്ചിന്റെ ഒരു ട്രൈബ്യൂട്ട് വേർഷൻ എന്ന നിലയിൽ സ്വാച്ചും ഒമേഗയുടെയും പാർട്ണർഷിപ്പിൽ ഈ ഒരു ഒമേഗ മൂൺസ് വാച്ച് പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ സ്പീഡ് മാസ്റ്റർ വാച്ച് മേടിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയായിരുന്നു. സ്പീഡ് മാസ്റ്റർ വാച്ചിന്റെ അത്രയും പൈസയൊന്നും ഈ ഒരു മൂൺസ് വാച്ചിന് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇതിനെല്ലാം ഉപരി ഒരുപാട് റെയർ കളേഴ്സിൽ ഈ ഒരു മൂൺസ് വാച്ച് അവൈലബിൾ ആണ്. ഇത്രയും വിലയുള്ള ഒമേഗയുടെ സ്പീഡ് മാസ്റ്റർ വാച്ചിന്റെ സ്പെസിഫിക്കേഷൻ ഈ ഒരു മൂൺസ് വാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിലും കാണാൻ കഴിയും. സ്പീഡ് മാസ്റ്ററിലെ ബെസലിൽ കാണുന്ന ടാക്കിമീറ്റർ ഈ ഒരു മൂൺസ് വാച്ചിലും ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡയമെൻഷനും സെയിം ആണ്. സ്റ്റീൽ കേസിന് പകരമായിട്ട് ബയോ സെറാമിക് യൂസ് ചെയ്തിരിക്കുന്നു. സ്പീഡ് മാസ്റ്റർ വാച്ചിലെ പോലെ തന്നെ ക്രോണോഗ്രാഫും നമുക്ക് ഈ വാച്ചിൽ കാണാൻ കഴിയും. എന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്രയും വില കുറച്ച് മൂൺസ് വാച്ച് ഇറക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്നത്? മെയിൻ ആയിട്ടും ഈ വാച്ചിൽ ബാറ്ററി പവേർഡ് ആയിട്ടുള്ള കോട്സ് മൂവ്മെന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീൽ പോലുള്ള പ്രഷ്യസ് മെറ്റീരിയൽ ഉപേക്ഷിച്ച് അത് ബയോ സെറാമിക് ആക്കിയിരിക്കുന്നു. ഒമേഗ സ്പീഡ് മാസ്റ്ററിന് വ്യത്യസ്തമായ ഈ ഒരു വാച്ചിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ബ്രാൻഡിങ് നെയിം നമുക്ക് കാണാം. അതായത് സ്വാച്ചുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ ആയതുകൊണ്ട് സ്വാച്ചിന്റെ ആ ഒരു ബാഡ്ജിങ്ങും ഡയലിൽ നമുക്ക് കാണാം. റൈറ്റ് സൈഡിലായിട്ട് മൂൺസ് വാച്ച് എന്നും കൊടുത്തിരിക്കുന്നു. വാച്ചിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ കേസ് ബാക്ക് സോളിഡ് കേസ് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡ് മാസ്റ്റർ വാച്ചിനെ കമ്പയർ ചെയ്ത് മൂൺസ് വാച്ചിൽ നമുക്ക് മോശമെന്ന് എനിക്ക് പറയാവുന്ന എന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഈ വാച്ച് നോൺ റിപ്പയറബിൾ ആണ്. നമുക്ക് ഈ വാച്ചിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇന്റേണൽ മൂവ്മെന്റിന് വന്നാൽ നമുക്ക് ഈ വാച്ച് നന്നാക്കാൻ കഴിയില്ല. കാരണം ഈ വാച്ചിന്റെ കേസ് ബാക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. നമ്മൾ അത് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ബ്രേക്ക് ചെയ്താൽ നമ്മൾ പുതിയൊരു ബയോ സെറാമിക് കേസ് ഈ വാച്ചിന് ആഡ് ചെയ്യണം. അതിനേക്കാൾ ഉപരിയായി പുതിയൊരു വാച്ച് മേടിക്കുന്നതാണ് നല്ലത്. ഈ ഒരു വാച്ച് കോട്സ് മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സിന്റെ പേരിലാണ് ഈ വാച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ 8 വാച്ചുകൾക്കും 8 കളേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതിനു പുറമെ പ്ലൂട്ടോ, എർത്ത്, സൺ എന്നീ വേരിയൻസും ഈ മൂൺസ് വാച്ചിൽ വ്യത്യസ്ത കളർ വാച്ചുകളായി ബ്രാൻഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വാച്ചിലും സെയിം ഡയമെൻഷൻ ആണ്. എല്ലാ വാച്ചിന്റെ പുറകിലും ഏത് പ്ലാനറ്റിനെ ഉദ്ദേശിച്ചാണ് ആ വാച്ച് ഇറക്കിയിരിക്കുന്നത്
എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മിഷൻ ടു മെർക്കുറി, മിഷൻ ടു വീനസ്, മിഷൻ ടു ദ മൂൺ, മിഷൻ ടു ദ ജൂപ്പിറ്റർ, മിഷൻ ടു ദ മാസ്, മിഷൻ ടു ദ സാറ്റേൺ, മിഷൻ ടു യുറാനസ്, മിഷൻ ടു നെപ്റ്റ്യൂൺ, മിഷൻ ടു പ്ലൂട്ടോ. ഈ വാച്ചിന്റെ എല്ലാം പുറകിൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ അവർ ചില വാചകങ്ങളും എൻഗ്രേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡ്രീം ബിഗ്, ഫ്ലൈ ഹൈ, എക്സ്പ്ലോർ ദ യൂണിവേഴ്സ്, റീച്ച് ഫോർ ദ പ്ലാനറ്റ്സ് എന്ന് എല്ലാ വാച്ചിന്റെ പുറകിലും എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് കാണാം. എന്റെ കയ്യിലുള്ളത് സ്വാച്ച്, മൂൺ സ്വാച്ചിന്റെ മിഷൻ ടു നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ ഈ ഒരു വാച്ചാണ്. ഇത്തരത്തില് ഈ ബോക്സ് നമുക്ക് തുറക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് മൂൺസ് വാച്ച് ഇരിക്കുന്നത് കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ വാച്ചിന്റെ ഡയലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒമേഗ എന്ന സ്വാച്ച് എന്ന ആ ബ്രാൻഡിങ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ബെസലിലേക്ക് നോക്കിയാലും ഒറിജിനൽ സ്പീഡ് മാസ്റ്റർ വാച്ചില് ആ ഒരു ടാക്കിമീറ്റർ നിങ്ങൾക്ക് കാണാം, ക്രോണോഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഈ ബാറ്ററിക്കും ഒരു ഗ്രഹത്തിന്റെ ഡിസൈൻ റെഫറൻസ് ആണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. അതായത് സോളാർ പ്ലാനറ്റിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഓരോ മോഡൽസും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആ ഒരു ഡിസൈനിലൂടെ ബ്രാൻഡ് തെളിയിക്കുന്നു. ഇതൊരു 42mm വാച്ചാണ്. കോട്സ് മൂവ്മെന്റ് ആണ് വാച്ചില്. 13.25 mm ആണ് ഈ വാച്ചിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. 30 മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി. അതോടൊപ്പം വെൽക്രോ സ്ട്രാപ്പും ബ്രാൻഡ് കൊടുത്തിരിക്കുന്നു. എന്റെ കയ്യിൽ കിടക്കുന്നത് മിഷൻ ടു മെർക്കുറി എന്ന് പറഞ്ഞ ഒരു സീരീസിലുള്ള മൂൺസ് വാച്ച് ആണ്. ഈ ഒരു വാച്ചിനും വിലയായിട്ട് വരുന്നത് 24,700 രൂപയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തരത്തിലുള്ള സിലിക്കോൺ സ്ട്രാപ്പിലേക്കും ചേഞ്ച് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇഷ്ടമായത് അതായതുകൊണ്ടാണ് ഇതിലേക്ക് ചേഞ്ച് ചെയ്തത്. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരു ഗിവ് അവേയുടെ വിന്നർ അനൗൺസ്മെന്റ് പെൻഡിങ് ആയിരുന്നു. ആ ഒരു വിന്നറിനെ നമ്മൾ ഈ വീഡിയോയിലൂടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ വിന്നർക്ക് നമ്മൾ ഒരു വാച്ച് കൊടുക്കുന്നതുമായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റനേകം ഗിവ് അവേസും വരുന്ന ദിവസത്തെ വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ. അപ്പോ ഈ ഒരു മൂൺസ് വാച്ചിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലായിട്ട് ഇടുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.